ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് മാൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. കേട്ടറ്റിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ എന്താണ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് നോക്കാം. അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യക്തി ആ വ്യക്തിയും അയാളുടെ ചുറ്റുപാടും തമ്മിലൊരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് വഴി ആ വ്യക്തിയുടെ ബിഹേവിയറിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡ്ജസ്റ്റ്മെൻറ്റ്. അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു വ്യക്തിയും ആ വ്യക്തിയുടെ ചുറ്റുപാടും തമ്മിലുള്ള ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പിനെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് നോക്കാം. അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് എന്തെന്ന് പറയുന്നത്, മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഡിസ്ഹാർമണി ബിറ്റ്വീൻ എ പേഴ്സൺ ആൻഡ് ഹിസ് എൻവയോൺമെൻറ്റ്. ഒരു വ്യക്തിയും ആ വ്യക്തിയുടെ ചുറ്റുപാടും തമ്മിലുള്ള ഒരു ഡിസ്ഹാർമോണിയസ് റിലേഷൻഷിപ്പിനെയാണ് മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാൽ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തി എപ്പോഴും അയാളുടെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുക ഒരു ഡിസ്ട്രക്റ്റീവ് വേയിലൂടെ ആയിരിക്കും. ഈ ഒരു മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവാനുള്ള കാരണം പ്രധാനമായിട്ട് ഫ്രസ്ട്രേഷനും കോൺഫ്ലിക്റ്റും ആണ്. നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസും കോൺഫ്ലിക്റ്റും ആണ് എന്തിന് കാരണമാവുന്നത്, മാൽ അഡ്ജസ്റ്റ്മെൻറ്റിന് കാരണമാവുന്നത്. അപ്പോൾ എന്താണ് കോൺഫ്ലിക്റ്റ് എന്ന് നമുക്ക് നോക്കാം. കോൺഫ്ലിക്റ്റ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സ്റ്റേറ്റ് ഓഫ് ടെൻഷൻ ബ്രോട്ട് ഇൻ ബൈ ദ പ്രസൻസ് ഓഫ് ടു ഒപ്പോസിങ് ഡിസയേഴ്സ് ഇൻ ദ ഇൻഡിവിജ്വൽ. ഇപ്പോൾ ഒരു വ്യക്തിയിലെ രണ്ട് ഡിസയേഴ്സ്, ഒപ്പോസിങ് ആയിട്ടുള്ള രണ്ട് ഡിസയേഴ്സ് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടെൻഷനാണ് എന്തെന്ന് പറയുന്നത്, കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അതുണ്ടാവുന്നതും പ്രധാനമായിട്ടും വ്യക്തിയും ആ വ്യക്തിയുടെ സൈക്കോളജിക്കൽ എൻവയോൺമെൻറ്റും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ്റെ റിസൾട്ടാണ് എന്തെന്ന് പറയുന്നത്, കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന എപ്പോഴാണ്, ഒരു വ്യക്തിയിലെ രണ്ട് ഒപ്പോസിങ് ആയിട്ടുള്ള ഡിസയേഴ്സ് ഉണ്ടാവുന്ന ടൈമിൽ ഉണ്ടാവുന്ന ടെൻഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 3 തരത്തിലാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. ഒന്നാമത്തേതാണ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. അതായത് രണ്ട് പോസിറ്റീവായിട്ടുള്ള ഡിസയർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഏത് സെലക്ട് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ വരുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോബ്, ഒരേ സമയത്ത് 2 ജോബ് കിട്ടുന്നു. ഇപ്പോൾ ഒരു ബാങ്ക് എംപ്ലോയി എന്നുള്ളൊരു, അല്ലെങ്കിൽ ബാങ്കിലൊരു ജോലി, അല്ലെങ്കിൽ ടീച്ചിങ് എന്നുള്ള പ്രൊഫഷൻ, അപ്പോൾ അല്ലെങ്കിൽ ഒരു ക്ലർക്ക് പ്രൊഫഷൻ, അങ്ങനെ ഏതെങ്കിലും 2 പ്രൊഫഷൻ വരുന്ന സമയത്ത് ആൾക്ക് കൺഫ്യൂഷൻ വരികയാണ്, ഇതിലിപ്പോൾ ഏതാണ് ഞാൻ സെലക്ട് ചെയ്യുക. അപ്പോൾ രണ്ടും പോസിറ്റീവാണ്, രണ്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ളത് വരുമ്പോഴാണ് എന്ത് വരുന്നത്, അപ്രോച്ച് കോൺഫ്ലിക്റ്റ് വരുന്നത്. ഇനി അടുത്തതാണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. അതായത് 2 നെഗറ്റീവായിരിക്കും, 2 നമുക്ക് ഒഴിവാക്കണം. അപ്പോൾ 2 ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ഉണ്ടാകുന്നൊരു കോൺഫ്ലിക്റ്റാണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടി ഹോംവർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഹോംവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നെങ്കിൽ ടീച്ചറുടെ കയ്യിൽ നിന്ന് അടി കിട്ടും, അല്ലെങ്കിൽ ഇമ്പോസിഷൻ എഴുതേണ്ടി വരും. അപ്പോൾ ടീച്ചറുടെ കയ്യിൽ അടിയും അല്ലെങ്കിൽ ഇമ്പോസിഷനും, ഇപ്പോൾ രണ്ടിലും ഏതാണ് ഒഴിവാക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് എന്തെന്ന് പറയുന്നത്, അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇനി അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ആണ് മൂന്നാമത്. അതായത് അതിനകത്ത് ഒന്ന് പോസിറ്റീവ് ആയിരിക്കും, ഒന്ന് നെഗറ്റീവ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് ജോലിയിൽ പ്രൊമോഷൻ കിട്ടുന്നു. അപ്പോൾ പ്രൊമോഷൻ കിട്ടുന്ന സമയത്ത് നല്ല സാലറി അവിടെ ഒരു പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് ജോലിയുടെ ഭാരം കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് സെലക്ട് ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നു. ആ സമയത്ത് ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റാണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ 3 അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഇനി നമുക്ക് ഇതിനകത്ത് ചോദിക്കുന്ന അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് ഡയറക്റ്റായിട്ട് ചോദിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷൻ തന്നിട്ട് ഇൻഡയറക്റ്റായിട്ടും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് അഗ്രഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആക്രമണം എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഫിസിക്കലായിട്ടോ വെർബലായിട്ടോ സിംബോളിക്കായിട്ടോ ആക്രമിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, അഗ്രഷൻ എന്ന് പറയുന്നത്. ഒരു വ്യക്തി മനഃപൂർവ്വം മറ്റൊരു വ്യക്തിയെ വെർബലായിട്ടോ ഫിസിക്കലായിട്ടോ സിംബോളിക്കായിട്ടോ അറ്റാക്ക് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, അഗ്രഷൻ എന്ന് പറയുന്നത്. അതിനുള്ളൊരു കാരണം ഫ്രസ്ട്രേഷൻ തന്നെയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ,
ഇപ്പോൾ ഒരു കുട്ടീനെ ആരെങ്കിലും കളിയാക്കി, അതിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടി ആ കളിയാക്കിയ ആളെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്നു. അതാണ് അഗ്രഷൻ എന്ന് പറയുന്നത്. 2 തരത്തിലാണ് അഗ്രഷൻ വരുന്നത്. എക്സ്ട്രാ പുണിറ്റീവ് അഗ്രഷനുണ്ട്, ഇൻട്രാ പുണിറ്റീവ് അഗ്രഷനുണ്ട്. എക്സ്ട്രാ പുണിറ്റീവ് അഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റിനെയോ അറ്റാക്ക് ചെയ്യുന്നതിനെയാണ് എക്സ്ട്രാ പുണിറ്റീവ് എന്ന് പറയുന്നത്. ഇൻട്രാ പുണിറ്റീവ് എന്ന് പറയുമ്പോൾ അത് നമ്മളെ തന്നെ സ്വയം ആക്രമിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഇൻട്രാ പുണിറ്റീവ് എന്ന് പറയുന്നത്. ഈ അഗ്രഷൻ്റെ ഭാഗം അധികം ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും എല്ലാവരും നന്നായിട്ട് നോക്കുക കേട്ടോ. ഇനി അടുത്തതാണ് കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ അല്ലെങ്കിൽ അനുപൂരണം എന്നാണ് അതിൻ്റെ മലയാളം പറയുന്നത്. അതായത് ഇപ്പോൾ ഒരാൾക്ക് ഏതെങ്കിലും ഒരു മേഖലയിലെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ആ ഡെഫിഷ്യൻസി മറക്കാൻ വേണ്ടിയിട്ട് വേറൊരു മേഖലയിൽ ആളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നു. ഇപ്പോൾ ഒരു മേഖലയിലെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകൾ അയാൾക്കുണ്ടെങ്കിൽ അത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് വേറൊരു മേഖലയിൽ ആളുടെ കഴിവ് തെളിയിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഹൈറ്റ് കുറഞ്ഞ പെൺകുട്ടി ആ ഹൈറ്റ് കുറവ് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആളെന്ത് ചെയ്യുന്നു, ഹീലുള്ള ചെരുപ്പിട്ട് നടക്കുന്നു. അല്ലെങ്കിൽ അക്കാദമിക് സബ്ജക്റ്റിൽ വീക്കായിട്ടുള്ള കുട്ടികൾ ചിലപ്പോൾ ആർട്സിലോ അല്ലെങ്കിൽ സ്പോർട്സിലോ അവരുടെ കഴിവ് തെളിയിക്കുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്, കോമ്പൻസേഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു മേഖലയിലുള്ള കുറവ് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് വേറൊരു മേഖലയിൽ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, കോമ്പൻസേഷൻ അല്ലെങ്കിൽ അനുപൂരണം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ താദാത്മീകരണം. അതിൻ്റെ മലയാളമാണ് താദാത്മീകരണം. അതായത് ഇപ്പോൾ നമ്മൾക്കുണ്ടാവുന്ന ഫെയിലേഴ്സ് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ അച്ചീവ്മെൻറ്റ്സ് നമ്മളുടേതായിട്ട് കാണിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ മറ്റുള്ളവരുടെ വിജയത്തിലൂടെ നമ്മളുടേതായിട്ട് നമ്മൾ കാണുന്നതിനെയാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഫിലിം സ്റ്റാർസിനൊക്കെ ആരാധിക്കുന്നു. അപ്പോൾ ആ ഫിലിം സ്റ്റാർസിൻ്റെ വിജയമൊക്കെ നമ്മളുടെ വിജയമായി കാണുന്നു. അല്ലെങ്കിൽ ക്രിക്കറ്റ് പ്ലെയേഴ്സിൻ്റെ വിജയങ്ങൾ നമ്മളുടേതായിട്ടൊക്കെ കാണുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ വിജയത്തിലൂടെ നമ്മളുടേതായി കാണുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു കുട്ടി ആ കുട്ടിയുടെ ഫെയിലേഴ്സ് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിയുടെ അച്ഛൻ്റെ സക്സസ്സിനെ കുറിച്ചെല്ലാം പറയുന്നു. അപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മറ്റുള്ളവരുടെ അച്ചീവ്മെൻറ്റ്സിലൂടെ നമ്മളൊരു സംതൃപ്തി കണ്ടെത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ താദാത്മീകരണം എന്ന് പറയുന്നത്. അടുത്തതാണ് പ്രൊജക്ഷൻ അല്ലെങ്കിൽ പ്രക്ഷേപണം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളുടെ തെറ്റുകളെല്ലാം മറ്റൊരാളിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്, പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. സീയിങ് വൺസ് ഓൺ ഡിഫെക്ട്സ് ഇൻ അതേഴ്സ്. നമ്മളുടെ തെറ്റുകൾ മറ്റുള്ളവരിൽ ചൂണ്ടിക്കാണിച്ച് കാണിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, പ്രൊജക്ഷൻ അല്ലെങ്കിൽ പ്രക്ഷേപണം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസമാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മോഷ്ടാവിനെ നമ്മൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പറയുന്നു, ഞാൻ മാത്രമല്ലല്ലോ ഇവിടെ മോഷ്ടിക്കുന്നത്, ഇവിടുത്തെ ഗവൺമെൻറ് എല്ലാം അഴിമതി നടത്തുന്നവരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്, പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് റേഷണലൈസേഷൻ അല്ലെങ്കിൽ യുക്തീകരണം എന്ന് പറയുന്നത്. റേഷണലൈസേഷൻ അല്ലെങ്കിൽ യുക്തീകരണം എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നമ്മളുടെ കുറവുകൾ അല്ലെങ്കിൽ നമ്മളുടെ പോരായ്മകൾ അതെല്ലാം നമ്മളൊരു ഫാൾസ് ആയിട്ടുള്ള റീസൺ കൊടുത്തുകൊണ്ട് ജസ്റ്റിഫൈ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, റേഷണലൈസേഷൻ അല്ലെങ്കിൽ യുക്തീകരണം. നമ്മളുടെ തെറ്റുകൾ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തെറ്റായ ന്യായീകരണങ്ങൾ നൽകുന്നതിനെയാണ് എന്ത് പറയുന്നത്, റേഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കുട്ടി എക്സാമിൽ തോൽക്കുകയാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ മാർക്ക് കുറവാണെങ്കിൽ ആ കുട്ടി പറയുന്നു പഠിച്ചതെല്ലാം വന്നത് എക്സാമിന് ഒക്കെ ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു, അല്ലെങ്കിൽ ടീച്ചർ പഠിപ്പിച്ച ഭാഗത്തു നിന്നല്ല എക്സാമിന് ചോദിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ ന്യായീകരിക്കുന്നതിനെയാണ് റേഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കേട്ടറ്റിൻ്റെ എക്സാമിന് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് പഠിക്കാത്തതുകൊണ്ടായിരിക്കും നമുക്ക് മാർക്ക് കിട്ടാത്തത്. എന്നിട്ട് പറയും ഞാൻ പഠിച്ച രീതിയിലല്ല ക്വസ്റ്റ്യൻ ചോദിച്ചത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ന്യായീകരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, റേഷണലൈസേഷൻ അല്ലെങ്കിൽ യുക്തീകരണം എന്ന് പറയുന്നത്. അടുത്തതാണ് റിഗ്രഷൻ അല്ലെങ്കിൽ പശ്ചാത്ഗമനം. റിഗ്രഷൻ അല്ലെങ്കിൽ പശ്ചാത്ഗമനം
അതായത് നമുക്ക് മുന്നേ കിട്ടിക്കൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും, അത് ചിലപ്പോൾ ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പഴയ രീതിയിലോട്ട് പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്, പശ്ചാത്ഗമനം അല്ലെങ്കിൽ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വീട്ടിൽ ആദ്യം മൂത്തൊരു കുട്ടി ഉണ്ട് വിചാരിക്കുക, കുറച്ച് നാൾ കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു കുട്ടി ഉണ്ടായി. അപ്പോൾ ഈ മൂത്ത കുട്ടിക്ക് മുന്നേ കിട്ടിയിരുന്ന കാര്യങ്ങളൊന്നും കിട്ടാതെ വരുമ്പോൾ ആ കുട്ടി അവരുടെ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വേറെ പറയാം. ഇപ്പോൾ ഒരു അഡോളസെൻറ്റ് ഗേള് അവരുടെ ഫ്രസ്ട്രേഷൻസൊക്കെ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ആ അഡോളസെൻറ്റ് ഗേൾസിൻ്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടികളെപ്പോലെ എന്ത് ചെയ്യുന്നു, കരയുന്നു. അപ്പോൾ അങ്ങനെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്താ പറയുക, റിയാലിറ്റിയിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നേ ചെയ്തിരുന്ന രീതിയിലോട്ട് പോകുന്നതിനെയാണ് റിഗ്രഷൻ അല്ലെങ്കിൽ പശ്ചാത്ഗമനം എന്ന് പറയുന്നത്. അടുത്താണ് റിപ്രഷൻ അല്ലെങ്കിൽ ദമനം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഇത്ര ഉള്ളൂ, നമുക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും അല്ലേ, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ സപ്രസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, റിപ്രഷൻ അല്ലെങ്കിൽ ദമനം എന്ന് പറയുന്നത്. അടുത്തതാണ് സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉദാത്തീകരണം എന്ന് പറയുന്നത്. അതായത് സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സോഷ്യലി ആക്സെപ്റ്റബിൾ അല്ലാത്ത കുറച്ച് ഡിസയേഴ്സ് നമുക്ക് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളതിനെ നമ്മൾ സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള മാർഗത്തിലൂടെ നമ്മൾ അച്ചീവ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉദാത്തീകരണം. നമുക്ക് സോഷ്യലി അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഡിസയേഴ്സ് ചിലപ്പോൾ ഉണ്ടാവും, അതിനെ നമ്മൾ സോഷ്യലി ഡിസൈറബിൾ ആയിട്ടുള്ള മാർഗത്തിലൂടെ അച്ചീവ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, സബ്ലിമേഷൻ എന്ന് പറയും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു അൺമാരീഡ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് കുട്ടികളുടെ കാര്യത്തിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഇല്ലീഗലായിട്ട് കുട്ടികൾ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു സോഷ്യലി അൺഡിസൈറബിൾ ആയിട്ടുള്ള രീതിയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, നഴ്സിംഗ് എന്നുള്ള പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നു. അതുവഴി ഒരുപാട് കുട്ടികളെ അവരെന്ത് ചെയ്യുന്നു, നോക്കുന്നു അല്ലേ. അപ്പോൾ സോഷ്യലി അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഡിസയർ നമ്മൾ സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള മാർഗത്തിലൂടെ അച്ചീവ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ഡിഫെൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് മെക്കാനിസംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം. നമ്മൾ ആ നമ്മുടെ സിറ്റുവേഷനുമായിട്ട് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 8 എണ്ണമാണുള്ളത്. ആ 8 എണ്ണം എല്ലാവരും നന്നായി പഠിക്കണം. എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ.